അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസിൻ്റെ വിധി പറഞ്ഞ ദിവസമായിരുന്നു. അമ്മക്കും മകനും ജീവപര്യന്തം കിട്ടി. കൊല്ലം ഓയൂരിലെ തുഷാര വധക്കേസിൻ്റെ വിധിയാണ് ഇന്നലെ വന്നത്. ഈ വിധി കേട്ടപ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് തൃപ്തിയായോ? ഈ വിധി അവർ ചെയ്ത കുറ്റത്തിന് അനുപാതത്തിൽ കിട്ടിയ ഒരു ശിക്ഷയാണോ? പിന്നെ ഈ മരണത്തിൽ, തുഷാരയുടെ മരണത്തിൽ അമ്മയും ഭർത്താവും മാത്രമാണോ കുറ്റവാളികൾ? നേരിട്ടവർ കുറ്റവാളികളാണെങ്കിലും പരോക്ഷമായിട്ട് അവരുടെ വീട്ടുകാരോ കുടുംബക്കാരോ ഈ മരണത്തിൻ്റെ ഭാഗമല്ലേ? യഥാർത്ഥത്തിൽ ഈ മരണം അവൾക്ക് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നൽകിയതല്ലേ എന്നൊക്കെ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉയർന്നു വന്നു. എൻ്റെ തോന്നലുകൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് അയക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക നമ്മളെ മകൾ അവിടെ ഏറ്റവും സുരക്ഷിതമായിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം, സമാധാനമായിട്ടിരിക്കണം, നമ്മളില്ലാത്ത കാലത്തും തൻ്റെ മകൾ ഏറ്റവും സുരക്ഷിതമായ ഇടത്ത് താമസിക്കണം എന്നൊക്കെ എല്ലാ അച്ഛനും അമ്മയും അതിനുവേണ്ടി നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യും. പൊന്നായിട്ടും പണമായിട്ടും മറ്റ് സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു അല്ലേ? അങ്ങനെയൊക്കെ തന്നെയാണ്, ആ ചിന്തയിലാണ് ഇതൊക്കെ കൊടുക്കുന്നത്. സ്ത്രീധനം വാങ്ങുന്നതും നൽകുന്നതും ചോദിക്കുന്നതൊക്കെ ശിക്ഷാർഹമാവുമ്പോഴും ഇപ്പോഴും നമ്മളെ സന്തോഷത്തിന് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മളെ കുട്ടിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണമായിട്ടും കാറായിട്ടും സ്വർണ്ണമായിട്ടൊക്കെ സന്തോഷത്തിന് പാരിതോഷികങ്ങൾ കൊടുക്കാറുണ്ട് അല്ലേ? ഇപ്പോൾ അതിന് പാരിതോഷികം എന്നുള്ള പേരിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്ത്രീധനം എന്ന അർത്ഥത്തിലല്ലെങ്കിലും ഇന്നും നല്ല രീതിയിൽ സ്വർണ്ണമായിട്ടും പണമായിട്ടും അല്ലെങ്കിൽ കാറായിട്ടും വസ്തുവകളായിട്ട് കൊടുക്കുന്നവരുണ്ട്. അല്ലാതെ ഒരു തരി പൊന്നുപോലും കൊടുക്കാതെ കല്യാണം കഴിക്കുന്നവരൊക്കെ ഉണ്ട് ഈ ലോകത്ത്. പക്ഷെ തുഷാരൻ്റെ കേസ് എന്തുകൊണ്ടാണ് ഇത്ര വ്യത്യസ്തമാവുന്നത്? തുഷാരൻ്റെ മരണം എന്താണ് അപൂർവങ്ങളിൽ അപൂർവമായത്? നമുക്കറിയാം, തുഷാര മരണപ്പെടുന്ന സമയത്ത് 29 വയസ്സുള്ളൊരു പെൺകുട്ടിയായിരുന്നു, ഒരു യുവതിയായിരുന്നു. പക്ഷെ അവളുടെ ഭാരം എത്രയെന്നറിയോ? വെറും 26 കിലോഗ്രാം. അത് എന്തെങ്കിലും അസുഖം വന്ന് കുറഞ്ഞതാണോ? അല്ല. എങ്ങനെ കുറഞ്ഞത്? പട്ടിണിക്കിട്ടതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്ത്രീധനമായി പറഞ്ഞ് 2 ലക്ഷം രൂപ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ തൻ്റെ അച്ഛനും അമ്മയും കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് സ്വന്തം ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു തുഷാരക്ക് അല്ലേ? എന്നിട്ടോ കൊന്നതാണോ? ഒരു ദിവസം കൊണ്ട്, ഒരു നേരം കൊണ്ട് കൊന്നതാണോ? അല്ല, മാസങ്ങളും ദിവസങ്ങളും എടുത്ത് ഇഞ്ചിഞ്ചായി കൊല്ലുക എന്ന് പറയില്ലേ, അങ്ങനെ കൊന്നു ആ കുട്ടിനെ. അപ്പോൾ ശിക്ഷ മതിയോ? അവരെ അങ്ങനെ തന്നെ കൊല്ലണ്ടേ? അവർ എന്താണ്, പട്ടിണി എങ്ങനെയാണ്? വെള്ളം കുടിക്കാതെ ഒരു ദിവസം കടന്നു പോകുന്നതിൻ്റെ അവസ്ഥ എന്താണ്? അത് മാസങ്ങളും ദിവസങ്ങളാവുമ്പോൾ അനുഭവിക്കുന്ന തീവ്രത എന്താണെന്ന് അവരത് അനുഭവിച്ചല്ലേ മരിക്കേണ്ടത്? അപ്പോൾ യഥാർത്ഥത്തിൽ ആ സാധു പെൺകുട്ടിയുടെ മരണത്തിനോട് നീതി പുലർത്തുന്ന ഒരു വിധിയാണോ ഇത്? നമ്മളെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ മാറ്റി ചെയ്ത്, നിയമവ്യവസ്ഥകളൊക്കെ മാറ്റി എഴുതേണ്ട അവസ്ഥയായി അല്ലേ? കാരണം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ വല്ലാത്ത വേദനയാണ്. ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച് കടന്നു പോകുന്നെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. തുഷാര മരിക്കുന്ന സമയത്ത് വെറും 26 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അവൾ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ആലോചിച്ച് നോക്കണം. ഈ മക്കളെ സന്തോഷത്തോടെ കാണാനോ അവരെ കളിച്ചിരികൾ ആസ്വദിക്കാനോ അവരെ കൺകുളിർക്ക് അനുഭവിക്കാനോ അവൾക്ക് ഭാഗ്യം ഉണ്ടായില്ല. ഈ മക്കളെയും അവളുടെ വീട്ടുകാരെയും അവളിൽ നിന്ന് അകറ്റി അവളെ റൂമിലിട്ടടച്ചു. എപ്പോഴെങ്കിലും കൊടുക്കുന്ന അരി കുതിർത്തത്, അരി വേവിച്ച ചോറല്ല അല്ലേ, വേവിച്ച ചോറല്ല, ആ തള്ളക്കറിയാം അത് ചോറല്ല, അവൾക്ക് ദഹിക്കൂലെന്നറിയാം. ആലോചിച്ച് നോക്കുങ്ങൾ. ഞാൻ മനഃപൂർവ്വം പറഞ്ഞാൽ തള്ളാന്ന് കേട്ടോ. കാരണം അവർ ഒരമ്മ എന്ന പദത്തിന് ഒട്ടും അർഹയല്ല, ഒരു മനുഷ്യ സ്ത്രീയല്ല, ഒരു പിശാചാണ്. അതുകൊണ്ടാണല്ലോ ഈ രീതിയിലൊരു മകനെ വളർത്തിയെടുക്കാൻ പറ്റിയത്. ദയ, കാരുണ്യ, സ്നേഹം ഒന്നുമില്ല. താലി കെട്ടി പെണ്ണിനോട് ഒരു നീതിയും ഒരു മനുഷ്യത്വവും കാണിക്കാത്തൊരു ജന്മം. തൻ്റെ മകൻ്റെ ഭാര്യയായി വന്നിട്ട് തൻ്റെ മകൻ്റെ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചൊരു പെണ്ണ്. നമ്മൾ നല്ല വേവിച്ച ചോറും നല്ല സ്വാദിഷ്ടമായ കറിയൊക്കെ കഴിച്ച് നല്ല മൃഷ്ടാന്ന ഭോജനം കഴിച്ച് ഇപ്പുറത്തിരിക്കുമ്പോൾ ഒരു കുഞ്ഞപ്പുറത്ത് എന്നെങ്കിലും കുതിർത്ത അരി വാരി കഴിക്കേണ്ടി വരികയാണ്. എങ്ങനെയാണ് അരി കഴിച്ചിട്ടുണ്ടാവുക? ആ പട്ടിണി കൊണ്ടല്ലേ, ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റം കൊണ്ട്, വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടായിരിക്കും അവളത് വാരി കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ദാഹിക്കുമ്പോൾ വെള്ളം ചോദിച്ചാൽ കൊടുക്കുന്നത് എന്താ അറിയോ? പഞ്ചസാര ലായനി. നമ്മൾ ദാഹിക്കുന്ന സമയത്ത് പഞ്ചസാര ലായനി കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും?
ഇതവർ അറിയണ്ടേ? അവർക്കും കൊടുക്കണം. എങ്ങനെ? മാസങ്ങളോളം പട്ടിണി ഇടണം, ഇടയ്ക്ക് കുതിർത്തരി കൊടുക്കണം, പഞ്ചസാര അരി കൊടുക്കണം, വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോൾ കൊതിപ്പിക്കണം, വെള്ളം കിട്ടാതെ അതിൻ്റെ വേദന അറിയണം. അപ്പോഴല്ലേ ചെയ്ത തെറ്റിൻ്റെ തീവ്രത അവരറിയുള്ളൂ, ഞങ്ങൾ ചെയ്തത് എത്രത്തോളം മഹാപാതകമാണെന്ന് അവർ തിരിച്ചറിയുള്ളൂ. ഇനി മറ്റൊരു വശം നോക്കിയാൽ, ഈ പെൺകുട്ടിയുടെ കല്യാണ സമയത്ത് 20 പവനും 2 ലക്ഷം രൂപയാണ് അവർ ആവശ്യപ്പെട്ട്. 20 പവനും ആ അച്ഛനും അമ്മയും നൽകി, 2 ലക്ഷം അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. കല്യാണം കഴിഞ്ഞ് 3 മാസങ്ങൾക്ക് ശേഷം ഈ പ്രശ്നങ്ങൾ തുടങ്ങി, സ്ത്രീധനത്തെ ചൊല്ലി. അപ്പോൾ മുതൽ വഴക്കായി, പ്രശ്നങ്ങളായി. എന്തുകൊണ്ട് ആ അച്ഛനും അമ്മയും ആ സമയത്ത് മനുഷ്യരെക്കാളധികം പണത്തെ സ്നേഹിക്കുന്ന ഈ പിശാചുക്കളിൽ നിന്ന് എൻ്റെ മകളെ രക്ഷിക്കാതിരുന്നത്? പിന്നീട് അവർ അമ്മയെയും അച്ഛനെയും ആ വീട്ടിലേക്ക് ചെല്ലുന്നത് വിലക്കി. തൻ്റെ മകൾ എവിടെയെങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു കരുതി ഈ അമ്മയും അച്ഛനും അങ്ങോട്ട് പോയില്ല. 1-2 ദിവസങ്ങളാണോ, മാസങ്ങൾ പോയില്ല അല്ലേ? ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും തൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ വന്ന് കണ്ടറിഞ്ഞിരുന്നെങ്കിൽ, നിയമ സംവിധാനത്തിൻ്റെ സഹായം തേടിയിരുന്നെങ്കിൽ ആ മകളും ഇന്ന് ബാക്കിയുണ്ടാവുമായിരുന്നു. അപ്പോൾ പരോക്ഷമായിട്ടാണെങ്കിലും അച്ഛനും അമ്മയും അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ ഭാഗമായി. നമ്മൾ പൊതുവെ കല്യാണം കഴിച്ച് കൊടുക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഒരുപാട് സാരോപദേശങ്ങൾ കേൾക്കും. പൊതുവെ നാട്ടു നടപ്പ് അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞാൽ അവനെ പെണ്ണിൻ്റെ വീട് ചെക്കൻ്റെ വീടാണ്, പിന്നെ ചെക്കൻ്റെ അച്ഛനും അമ്മയും പെണ്ണിൻ്റെ അച്ഛനും അമ്മയാണ്. നമ്മളോട് അങ്ങനെ പറയുക, അത് നിൻ്റെ ഉമ്മയാണ്, നിൻ്റെ ഉപ്പയാണ്. ഉമ്മയും ഉപ്പയും കുറച്ച് എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ കണ്ടില്ല വിചാരിക്കണം, കേട്ടില്ല വിചാരിക്കണം. കുറേയൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, കുറേയൊക്കെ ക്ഷമിക്കേണ്ടി വരും, കുറേയൊക്കെ നമ്മൾ മറക്കേണ്ടി വരും, പൊറുക്കേണ്ടി വരും. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷനായിട്ട് പരിപൂർണ്ണ സംതൃപ്തിയോട് കൂടിയൊന്നും ഒരാളും വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണില്ല. നമ്മൾ ജീവിച്ച ജീവിതാന്തരീക്ഷത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു അന്തരീക്ഷത്തിലാണ് പലപ്പോഴും നമ്മൾ ചെന്നുപെടുക. ശ്വാസം മുട്ടുന്നൊരവസ്ഥയായിരിക്കും നമുക്കവിടെ. എത്ര ആയാലും ശ്വാസം മുട്ടും. പക്ഷെ അത് നമ്മൾ പിന്നെ ആ കുടുംബം നമ്മളെ സ്നേഹിക്കുമ്പോൾ, നമ്മൾ ആ കുടുംബത്തെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, പരസ്പരം ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ പ്രണയവും സ്നേഹവും നിറയുമ്പോൾ ആ കുറ്റങ്ങളും കുറവുകളൊക്കെ നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും പറ്റും. പക്ഷെ അവിടെ നമുക്കൊരു പരിഗണന ഇല്ലാതിരിക്കുമ്പോൾ, ഭർത്താവിൻ്റെ സ്നേഹമോ സാമീപ്യമോ കിട്ടാതിരിക്കുമ്പോൾ, അവിടെ നമ്മൾ ഒന്നുമല്ലാതിരിക്കുമ്പോൾ, അവിടുന്ന് ഇറങ്ങിപ്പോരാനുള്ള ആർജവം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ വിചാരിക്കും ഇതല്ലാതൊരു ജീവിതമില്ല. ഈ പെൺകുട്ടി മരണപ്പെടുന്ന സമയത്ത് ഈ കുട്ടീൻ്റെ അന്നനാളത്തിൽ ദിവസങ്ങളോളം പട്ടിണി കിടന്നതിൻ്റെ അടയാളപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. അവളുടെ ആമാശയമൊക്കെ ഒട്ടി നട്ടലിനോട് ചേർന്ന് നിന്നിരുന്നു എന്നാണ് പറയണത്. അവളുടെ ശരീരത്തിലൊരു തുരുമ്പ് മാംസമില്ലായിരുന്നു. അത്രമാത്രം അസ്ഥിപഞ്ജരമായി അവൾ മാറിയിട്ടുണ്ടായിരുന്നു. 2 മക്കളുടെ അമ്മയായിട്ട്. പക്ഷെ 2 മക്കളെ പ്രസവിക്കാൻ അവൾ കാണിച്ച ധൈര്യം പോലും ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ കാണിച്ചില്ല. അല്ലെങ്കിൽ അവൾക്ക് രക്ഷപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവാതിരുന്നിട്ടാവാം. ഒരു ഫോണില്ല, മറ്റു പുറലോകവുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളെ ഈ അയൽപ്പക്ക ബന്ധങ്ങൾ കുറയുന്നതിൻ്റെ ഒരു പച്ച യാഥാർത്ഥ്യമാണത്. തൻ്റെ അടുത്ത വീട്ടിലെ മരുമകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾക്കറിയില്ല. അവൾ പുറത്തിറങ്ങുന്നുണ്ട്, അവളുടെ ജീവിതം സുഖമാണ് നമുക്കറിയില്ല. നമ്മൾ അങ്ങോട്ട് എത്തി നോക്കുന്നില്ല. പരദൂഷണം കുന്നായ്മയൊന്നും പറയാനല്ലെങ്കിലും ആ വീട്ടിലെ മുഴുവൻ അംഗങ്ങളെ അവിടെ ദിവസങ്ങൾ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു ചോദിക്കാനുള്ളൊരു മനസാക്ഷി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ലോകത്ത്. ആ പെൺകുട്ടി അവിടെ സുഖമായിട്ടാണോ ജീവിക്കുന്നത്, വല്ലതും തിന്നുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം പോലും ഈ അച്ഛൻ നമുക്ക് ഉണ്ടായില്ലേ? തൻ്റെ മകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അറിയാനുള്ള ആഗ്രഹം ആ കുടുംബത്തിലെ ഒരാൾക്ക് പോലും ഉണ്ടായില്ലേ? അവൾ സുമംഗലി ആയിരിക്കട്ടെ എന്ന് കരുതി മാറി നിന്നതുകൊണ്ട് എന്തായി? അവൾ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു. അവളെ ആ അച്ഛനും അമ്മയും ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അവൾ ഇന്നും ജീവനോടെ ബാക്കിയാവുമായിരുന്നു. ഇനി അവളേതായാലും മരണപ്പെട്ടു. ഇനിയുള്ള അമ്മായിയമ്മമാരോടും മക്കളെ കല്യാണം കഴിപ്പിച്ചയക്കുന്ന മാതാപിതാക്കളോടും ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ കെട്ടിച്ചയക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന സ്ത്രീധനം എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? സ്ത്രീധനമല്ല, പാരിതോഷികം. ഇത് കൊടുക്കുന്ന മകളെ ഭാവി ജീവിതത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണ്. കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ പാരിതോഷികം നൽകുന്നത് അവളുടെ ഭാവി ജീവിതത്തിന് ഒരു കെട്ടുറപ്പുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ? എങ്കിൽ ഇനിയുള്ള സമൂഹമെങ്കിലും മകളുടെ പേരിൽ ഒരു 2 സെൻറ്റ് ഭൂമി, 3, 4, 5 സെൻറ്റ് ഭൂമി വാങ്ങിയിടാനോ അല്ലെങ്കിൽ അവൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാനോ ശ്രമിക്കുക. അവൾക്ക് ആ ജീവിതം മടുത്തു, അവളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഘട്ടത്തിൽ അവൾ ആർക്കൊരു ബാധ്യതയാവാതിരിക്കാൻ, മരണത്തെ തിരഞ്ഞെടുക്കാതിരിക്കാൻ, അവൾ മറ്റൊരാളുടെ കൈകളാൽ കൊല്ലപ്പെടാതിരിക്കാൻ,
നമ്മൾ വിദ്യ അഭ്യസിപ്പിച്ച് സ്വയം തൊഴിൽ നേടിയെടുക്കാനുള്ള പ്രാപ്തരാക്കുക. ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി അവൾക്കിണങ്ങുന്ന ഒരു പുരുഷനെ ആ സമയത്ത് അവൾക്ക് കണ്ടെത്തി അവളെ സംരക്ഷിക്കും, അവളെ സ്നേഹിക്കും, കൂടെ നിർത്തും തോന്നുന്ന ഒരാളെ കണ്ടെത്തുമ്പോൾ വിവാഹം കഴിപ്പിക്കുക. നമുക്ക് വ്യഗ്രതയാണ്. കുട്ടിക്ക് 10, 15, 16, ഇപ്പോൾ 18 വയസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു വ്യഗ്രതയാണ്. നമ്മളെ കുട്ടി ഒന്നും അല്ലാതായി പോവുമോ, നമ്മളെ കുട്ടി എവിടെ എത്തിച്ചേരൂലേ, ഒന്നുമില്ലെങ്കിൽ അവൾ എന്തെങ്കിലും പണിയെടുത്താൽ ഒറ്റയ്ക്ക് ജീവിച്ചോളും. ഭർത്താവ് ഉണ്ടെങ്കിൽ മാത്രമൊന്നുമല്ലല്ലോ ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ കഴിയുക. നമ്മളൊരു തോന്നൽ മാത്രമാണത്. പലപ്പോഴും സ്ത്രീകൾക്ക് ഭർത്താവ് ഇല്ലാത്ത സമയത്തും ഈ സ്ത്രീ മുന്നോട്ട് ജീവിതം തുഴഞ്ഞു പോവാറുണ്ട്. അവൾക്ക് അതിനുള്ളൊരു മാനസിക പരിവർത്തനം സംഭവിക്കും. അവളെ വിവാഹ ജീവിതം, മക്കളെ പ്രസവിച്ച് അവരെ വളർത്തി വലുതാക്കുന്നതിലൂടെ അവൾ ഈ ലോകത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു ആർജവം അവൾ നേടിയിരിക്കും. പക്ഷെ ഒരു പുരുഷൻ അങ്ങനെയല്ല. അവനൊരു പെണ്ണിൻ്റെ തണലില്ലാതെ സഹായമില്ലാതെ ജീവിക്കാൻ 90% പുരുഷന്മാർക്കും ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങനെയല്ല. നമ്മൾ ഏത് പരിതസ്ഥിതിയുമായിട്ട് ഇണങ്ങിപ്പോവാൻ, അതിനുള്ളൊരു മാനസികമായിട്ട് അതിനൊരു ചുറ്റുപാടിയിട്ട് ഇണങ്ങാനുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മരണത്തെ തിരഞ്ഞെടുക്കാതിരിക്കുക. തനിക്ക് ജീവിതം ഒട്ടും സുരക്ഷിതമല്ല എന്ന് തോന്നുന്നിടത്തുനിന്ന് ഇറങ്ങിപ്പോരുക. വീട്ടിലൊരു പക്ഷേ നമ്മളെ സ്വീകരിക്കൂല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളെന്നും ബാധ്യതയാണ്, വീട്ടുകാർക്ക് ബാധ്യതയാണ്. തിരിച്ചു വരുന്ന പെൺകുട്ടി 8 ദിവസത്തിൽ കൂടുതൽ നിൽക്കുമ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ചോദ്യമായി, എന്തേ പോണില്ലേ, അവിടെ എന്തേ പ്രശ്നമുണ്ടോ, തെറ്റിപ്പോകുന്നതാ, അമ്മായിമ്മ പ്രശ്നമുണ്ട്, പുതിയാപ്പിള നോക്കൂല, ചെലവിനൊക്കെ തരുമോ, ഇങ്ങോട്ട് പോന്നാൽ എന്താ ഇവിടെ തന്നെ നിൽക്കണത്. ഈ ചോദ്യങ്ങൾ കേൾക്കാത്ത സ്ത്രീകൾ കുറവായിരിക്കും. എന്തെങ്കിലും കാരണത്താൽ, ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള വിഷമതകൾ കൊണ്ടായിരിക്കും, ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും വീട്ടിൽ വന്ന് നിൽക്കുന്നത്. ഈ സമയത്ത് നാട്ടുകാർക്കില്ലാത്തൊരു അസ്വസ്ഥത അല്ലേ, അവർക്ക് ചോദിക്കാനില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് പെൺകുട്ടികളെ വീട്ടുകാരാണ്. കല്യാണം കഴിച്ചയക്കുന്ന 10-25 വയസ്സ് വരെ നിങ്ങളെ മക്കളാണവർ, നിങ്ങളെ സംരക്ഷണയിൽ വളർന്നവരാണവർ. ഇവർക്ക് മറ്റൊരിടത്ത് ഇടമില്ലെന്നറിയുമ്പോൾ നിങ്ങളല്ലാതെ ആരാണ് അവരെ സംരക്ഷിക്കാനുള്ളത്? അപ്പോൾ അവർക്ക് സ്വയം വരുമാനം കണ്ടെത്താനൊരു തൊഴിൽ നേടിക്കൊടുക്കുക. അവർ സ്വയം വരുമാനം കണ്ടെത്തി അവർക്ക് കിടക്കാനൊരിടം, സുരക്ഷിതമായി ഉറങ്ങാനൊരിടം അതവർക്ക് നൽകുക. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കുക. പൂർവ്വെങ്കിൽ ഈ ചോദ്യം ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക. അവളുടെ വീട്ടിൽ അവളുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും സഹോദരങ്ങളെപ്പോഴും വന്ന് താമസിക്കുന്നത്. പിന്നെ ആൺമക്കൾ കല്യാണം കഴിച്ച് മരുമക്കളൊക്കെ വീട്ടിലാണെങ്കിൽ ഈ പെൺകുട്ടി വല്ലാത്ത ബാധ്യതയാണ്. ഒരു തീരാ നൊമ്പരമാണ് പിന്നെ അവളുടെ ജീവിതം. ദയവ് കരുതി അവൾ സ്വയം കാലിൽ നിൽക്കാനായിട്ട് അവളെ കല്യാണം കഴിപ്പിച്ചയക്കുക. പിന്നെ ഇതൊക്കെ സഹിച്ച് നിൽക്കുന്ന പെൺകുട്ടികളോട്, നിങ്ങളെ ജീവനേക്കാൾ വലുതല്ല നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ ജീവിതവും. അപ്പോൾ സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ രക്ഷപ്പെടുക. കൂലിപ്പണി എടുത്തായാലും നമുക്ക് കിടക്കാൻ എവിടെയെങ്കിലും ഒരു ഇടമുണ്ടാവും അല്ലേ. എത്രയോ വുമൺസ് ഹോസ്റ്റലുകളുണ്ട്. എവിടെയെങ്കിലും ചെറിയൊരു വരുമാനത്തിന് ജോലി കയറുക, ചെറിയൊരു ജീവിതം ജീവിക്കുക, സമാധാനമായിട്ട് കിടന്നുറങ്ങുക. നമ്മൾ പലപ്പോഴും നമ്മളെ മക്കളെ വിചാരിച്ചിട്ടാവും നിൽക്കുക അല്ലേ. പക്ഷെ നമ്മളെ മക്കൾക്ക് നമ്മളെ അമ്മ ഇല്ലാതാവുന്നതിനേക്കാൾ ഭേദം അമ്മ ദൂരെ എവിടെയെങ്കിലും ഉണ്ട് എന്ന് ചിന്തിക്കുന്നതല്ലേ. എങ്കിലും ആ മക്കളെ കൈപ്പിടിച്ച് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുക. നിങ്ങളാരും ഒറ്റപ്പെടുത്തൂല. നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ഈ സമൂഹം നിങ്ങളെ കൂടെ ഉണ്ടാവും. ആ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവുക. എല്ലാവരും ഒരുപോലെ കല്ലെറിയില്ല എന്നുള്ളൊരു വിശ്വാസം, പ്രതീക്ഷ നിങ്ങൾക്കുള്ളിൽ നിറയ്ക്കുക. മരണത്തെ തിരഞ്ഞെടുക്കാതിരിക്കുക. ജീവിതം ഒരിക്കലേ ഉള്ളൂ. അത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് തീർക്കുക. നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട എന്ന് വെക്കാനുള്ള ആർജവം നമുക്കുണ്ടായിരിക്കുക. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ അടിമയെ പോലെ ജീവിച്ച് തീർക്കേണ്ടവരല്ല. നമ്മൾ ആ വീട്ടിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരേണ്ടത് ആ കുടുംബത്തിൻ്റെ, നമ്മുടെ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതവിടെ നമുക്ക് കിട്ടുന്നില്ല, അവിടെ നമുക്ക് സുരക്ഷിതത്വമില്ല, അവിടെ നമുക്ക് ജീവിച്ചു പോകാൻ ഒട്ടും സഹിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്ന നിമിഷത്തിലാണെങ്കിൽ നമ്മളവിടെ നിന്ന് ഇറങ്ങുക. മാന്യമായിട്ട് എന്ത് തൊഴിൽ ചെയ്ത് നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ നമ്മളെ മക്കൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മളവരെ ചേർത്ത് പിടിക്കുക. പരമാവധി എല്ലാ കാര്യങ്ങളും അവരെ കുടുംബത്തെ മനസ്സിലാക്കി പരമാവധി മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടും വലിയ മാറ്റമൊന്നുമില്ലെങ്കിൽ നമ്മളെ മക്കളെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോരാ. അവർ ജീവനോടെ ഉണ്ടാവുമല്ലോ. ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയണം തോന്നി. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ
താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണാം.